എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡും പഴവും മുട്ടയും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു സ്നാക്ക് തയ്യാറാക്കണേന്ന് നോക്കാം കേട്ടോ. ഇത് തയ്യാറാക്കാൻ മാക്സിമം ഒരു 6-7 മിനിറ്റ് തന്നെ മതി. ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയായിരിക്കും ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ബനാന ഡേറ്റ്സ് മിൽക്ക് ഷേക്കും കൂടിയും കാണിക്കുന്നുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. നമ്മളിതിൽ പഞ്ചസാരയോ വേറെ മധുരമോ ഒന്നും തന്നെ ചേർക്കണില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രെഡും പഴവും ഉപയോഗിച്ചിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഞാൻ മുറിച്ചതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നെയ്യ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇനി പഴത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇപ്പോൾ നേന്ത്രപ്പഴത്തിന് അല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ. ഇനി നേന്ത്രപ്പഴം ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. കുക്കായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഈ നേന്ത്രപ്പഴം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ അവലാണ്. അതിനുശേഷം ഈ അവലും നേന്ത്രപ്പഴവും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അവല് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരണം. കുറച്ച് സമയം ഇതുപോലൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ട നട്ട്സ് ഏത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മതി. ഇതിന് മാറ്റി വയ്ക്കുക. ഒന്ന് തണുത്ത് വരട്ടെ. ഈ ഒരു മിക്സ് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് എത്ര മുട്ട വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ ഈ മിക്സ് ഞാൻ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ എനിക്കിപ്പോൾ 1 മുട്ട മതി. ഇനി ഇതിലേക്ക് ഞാൻ 2 നുള്ള് സിനമൺ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതായത് കറുകപ്പട്ട പൊടിച്ചെടുത്തതാണ്. ഒരു 1/4 ടീസ്പൂണൊക്കെ വരെ നമുക്ക് ചേർക്കാം. ഈ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ടയുടെ എക്സസ് ആയിട്ടുള്ളൊരു മണം ഉണ്ടാവില്ല. കൂടുതൽ നല്ല ഫ്ലേവറോട് കൂടി തന്നെ വരും ഈ ഒരു സ്നാക്ക്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാല് നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു മുട്ടയിലേക്ക് കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുക്കാം. ഞാനിപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് ബ്രെഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു പഴത്തിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. സെൻട്രലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് എത്രയ്ക്ക് മിക്സ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലൊരു പാത്രം എന്തെങ്കിലും എടുക്കുക. അതായത് എഡ്ജസ് കുറച്ച് ഷാർപ്പായിരിക്കണം. അപ്പോഴായിരിക്കും നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള അടപ്പോ അങ്ങനെ എന്തായാലും മതി കേട്ടോ, കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വരും. ഇതുപോലെ എല്ലാം ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. കറക്റ്റ് ഈ ഭാഗമൊക്കെ സീലായിട്ട് തന്നെ വരും. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. ഒരെണ്ണം കൂടി ഞാൻ കാണിക്കാം. വീണ്ടും ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക. അതിലേക്ക് ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരുപാട് ഈ ഒരു മിക്സ് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കണ്ട. അതിനുശേഷം ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കണ്ടില്ലേ, ഇതുപോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ പൊട്ടിപ്പോണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതിനിപ്പോൾ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ടാണല്ലോ ചെയ്യുക. ഞാനിനിപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തതിന് ശേഷം കാണിക്കാം.
ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, 4 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, ഇതിൽ ഈ ബ്രെഡ് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ 4 സ്ലൈസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഭാഗം ടോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടില്ലേ, കറക്റ്റായിട്ട് തന്നെ ടോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. കരിഞ്ഞു പോയിരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് തന്നെ ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കറക്റ്റായിട്ട് തന്നെ സീലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ, വിട്ടൊന്നും പോകണമെന്നില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ഒരു 2 ടീസ്പൂൺ അളവിൽ കേട്ടോ. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഫ്രഷ് കോക്കനട്ട് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പഴവും മുട്ടയും ബ്രെഡ് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഇനി നമുക്ക് ഡേറ്റ്സ് ബനാന മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റോബസ്റ്റ പഴമാണ് കേട്ടോ. പിന്നെ ഒരു 10 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, ഈന്തപ്പഴം. ആദ്യം നമുക്ക് ഈ ബനാന ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് ഈ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് കുരു കളഞ്ഞെടുത്ത ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 1 കപ്പ് പാലിന് മുകളിലുണ്ട്. ആദ്യം പാല് നമുക്ക് ഒരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണില്ല കേട്ടോ, കാരണം ഡേറ്റ്സിനും ഉണ്ട് നല്ല മധുരം, അതുപോലെ പഴത്തിനും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ പഞ്ചസാര ചേർക്കേണ്ട. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിരിക്കുന്നത്. തിളപ്പിച്ച് ആറിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തണുപ്പിച്ചെടുക്കുക പാല്. അല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് മാറും. ഇനി ഇതിപ്പോൾ ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പോൾ കണ്ടില്ല, ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാനിനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ മൊത്തം ഇതിലേക്ക് 1 കപ്പ് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിനാണ് ഇത് എടുത്തിരിക്കുന്നത്. കൂടുതൽ തിക്കാക്കണമെങ്കിൽ തിക്കാക്കി എടുക്കാം. ഇനി ഞാനിപ്പോൾ അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കാഷ്യൂനട്ടും ബദാമും ഇട്ട് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡേറ്റ്സ് ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ ബ്രെഡും പഴവും ഉപയോഗിച്ചിട്ടുള്ള സ്നാക്കും അതുപോലെ ഡേറ്റ്സ് ബനാന മിൽക്ക് ഷേക്കും എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.